ഹായ് ഓൾ, വെൽക്കം ടു ഐ പ്ലസ്. ഞാൻ അക്ഷര. കേറ്റഡ് കാറ്റഗറി 1 റീസെൻ്റ് ആയിട്ട് നടന്ന എക്സാമിൻ്റെ അനാലിസിസ് ആണ്, ഡീറ്റെയിൽഡ് അനാലിസിസ് ആണ്. അപ്പം ജസ്റ്റ് നമ്മൾ ആൻസേഴ്സ് പറഞ്ഞു പോകുകയല്ല, എങ്ങനെയാണ് ആ ചോദ്യം വന്നത്, മറ്റ് ഓപ്ഷൻസും ഒക്കെ ഡിസ്കസ് ചെയ്താണ് പോകാൻ പോകുന്നത്. കാറ്റഗറി 1 വരുമ്പോൾ നമുക്ക് ഇംഗ്ലീഷിലും മലയാളത്തിലും ക്വസ്റ്റ്യൻസ് വരും, രണ്ടും ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ പഠിക്കുന്ന സമയത്ത് ഇംഗ്ലീഷിലും മലയാളം ടേംസ് ചേർത്ത് പഠിച്ചു പോവുക. അപ്പോൾ നമ്മുടെ ആദ്യത്തെ ചോദ്യം ഇതാണ്: മനുഷ്യൻ എല്ലായ്പ്പോഴും സാമൂഹികതയ്ക്ക് ഊന്നൽ നൽകിയിരുന്നു. മറ്റുള്ളവരുമായി ഇടപഴകുന്നതിന്, അവരെ മനസ്സിലാക്കുന്നതിനും അവരുടെ പെരുമാറ്റങ്ങൾ വ്യാഖ്യാനിക്കുന്നതിനുമുള്ള കഴിവ് അങ്ങനെ ആർജിച്ചു. ഏത് തരം ബുദ്ധിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? അപ്പം നോക്കിക്കേ, ഇവിടുത്തെ കീ ടേംസ് നിങ്ങൾ നോക്കിയാൽ സാമൂഹികതയ്ക്ക് ഊന്നൽ നൽകിയിരിക്കുന്നു, മറ്റുള്ളവരോ ഇടപഴകുന്നതിനും അവരെ മനസ്സിലാക്കുന്നതിനും അവരുടെ പെരുമാറ്റങ്ങൾ വ്യാഖ്യാനിക്കുന്നതിനുമുള്ള കഴിവ് അങ്ങനെ ആർജിച്ചു എന്നൊക്കെ പറയുമ്പോൾ അത് ഏത് തരം ബുദ്ധിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? Human being always give importance to sociability, the abilities to mingle, understand and interpret the behavior of others, others acquire the intelligence related to disease. അപ്പം നമുക്ക് മനസ്സിലാക്കാം എന്തുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്, മൾട്ടിപ്പിൾ ഇൻ്റലിജൻസുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യമാണ്. ആന്തരിക വൈയക്തിക ബുദ്ധി, വ്യക്തിയാന്തര ബുദ്ധി, അസ്തിത്വപരമായ ബുദ്ധി, പ്രകൃതിപരമായ ബുദ്ധി. 4 ഓപ്ഷൻസ് ആണ്. ഇംഗ്ലീഷ് ടേംസും ചേർത്ത് നോക്കാം. ആന്തരിക വൈയക്തിക ബുദ്ധി എന്ന് പറയുമ്പോൾ എന്താണ്? ഇൻട്രാപേഴ്സണൽ ഇൻ്റലിജൻസ്. വ്യക്തിയാന്തര ബുദ്ധി എന്ന് പറയുമ്പോൾ ഇന്റർപേഴ്സണൽ ഇൻ്റലിജൻസ് ആണ്. അസ്തിത്വപരമായ ബുദ്ധി എക്സിസ്റ്റൻഷ്യൽ ഇൻ്റലിജൻസ് ആണ്. പ്രകൃതിപരമായ ബുദ്ധി നാച്ചുറലിസ്റ്റിക് ഇൻ്റലിജൻസ് ആണ്. ഈ ഒരു 4 എണ്ണമാണ് വരുന്നത്. അപ്പം മറ്റുള്ളവരുമായി ഇടപഴകുക എന്ന് പറയുമ്പോൾ അവിടെ നമുക്ക് എന്ത് മനസ്സിലാക്കണം? വ്യക്തിയാന്തര ബുദ്ധിയാണല്ലേ, ഇൻ്റർപേഴ്സണൽ, മറ്റുള്ള ആളുകളുമായി നമ്മൾ ബന്ധപ്പെടുന്നു. അപ്പോൾ അവിടെ എന്താണ് ഈ പറയുന്ന മറ്റുള്ളവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും മറ്റുള്ളവരുടെ ഇമോഷൻസും ഫീലിങ്സും ഒക്കെ മനസ്സിലാക്കാൻ കഴിയുന്നതിനെ നമ്മൾ എന്ത് പറയുന്നു? വ്യക്തിയാന്തര ബുദ്ധി എന്ന് പറയുന്നു. ആന്തരിക വൈയക്തിക ബുദ്ധി അല്ലെങ്കിൽ ഇൻട്രാപേഴ്സണൽ ഇൻ്റലിജൻസുമായിട്ട് മാറിപ്പോകാൻ സാധ്യത. അതെന്താണ്? നമുക്ക് സ്വയം നമ്മളെക്കുറിച്ച് ആ ഒരു അവബോധം ഉണ്ടാവുന്ന അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ്. എക്സിസ്റ്റൻഷ്യൽ എന്ന് പറയുമ്പോൾ നമ്മൾ എന്തിനു നിലനിൽക്കുന്നു അങ്ങനെയൊക്കെയുള്ള ഫിലോസഫിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളാണ്. നാച്ചുറലിസ്റ്റിക് ഇൻ്റലിജൻസ് അല്ലെങ്കിൽ പ്രകൃതിപരമായ ബുദ്ധി എന്ന് പറയുമ്പോൾ നാച്ചുറൽ എൻവയോൺമെൻറ്റിനെ മനസ്സിലാക്കുന്ന അത്തരത്തിലുള്ള കാര്യമാണ്. അടുത്തത്, കുട്ടിക്കാലത്തിലെ ഏത് കാലഘട്ടത്തെയാണ് കളിപ്പാട്ടങ്ങളുടെ കാലം എന്ന് മനഃശാസ്ത്രജ്ഞന്മാർ വിശേഷിപ്പിക്കുന്നത്? വിച്ച് കാറ്റഗറി ഓഫ് ചൈൽഡ്ഹുഡ് ഈസ് കോൾഡ് ടോയ് ഏജ് ബൈ സൈക്കോളജിസ്റ്റ്? അപ്പം നോക്കിക്കേ, കുട്ടിക്കാലത്ത് ഏത് കാലഘട്ടത്തെയാണ്, ഒരു പർട്ടിക്കുലർ ഏജിന് കളിപ്പാട്ടങ്ങളുടെ കാലം, ടോയ് ഏജ് എന്ന് പറയുന്ന കാലം ഏതാണ് അങ്ങനെ വിശേഷിപ്പിക്കുന്നത്? അപ്പോൾ ഈ 2 ടേംസ് നിങ്ങൾക്കറിയാം. ടോയ് എന്ന് പറയുമ്പോൾ കളിപ്പാട്ടമാണെന്ന് അറിയാലോ. ടോയ് ഏജ് കളിപ്പാട്ടങ്ങളുടെ കാലം ഏതാണ്? ശൈശവമാണോ, ആദ്യ ബാല്യകാലമാണോ, പിൽക്കാല ബാല്യമാണോ, മധ്യ ബാല്യകാലമാണോ? ശൈശവം ഇൻഫൻസിയാണ്, ആദ്യ ബാല്യകാലം ഏർലി ചൈൽഡ്ഹുഡാണ്, പിൽക്കാല ബാല്യം ലേറ്റർ ചൈൽഡ്ഹുഡാണ്, മധ്യ ബാല്യകാലം മിഡിൽ ചൈൽഡ്ഹുഡാണ്. അപ്പോൾ ഇവിടെ കളിപ്പാട്ടങ്ങളുടെ കാലം എന്ന് പറയുന്നത് എപ്പോഴാണ്? ആദ്യ ബാല്യകാലത്തിലാണ് കളിപ്പാട്ടങ്ങൾ കൂടുതലായി ഉപയോഗിക്കുക അല്ലേ. അപ്പോൾ അതെന്താണ്? ഏർലി ചൈൽഡ്ഹുഡാണ്. അടുത്ത ചോദ്യം, കുട്ടികളിൽ ഭാഷാ നൈപുണികൾ ഉറപ്പാക്കുന്നതിന് ഉപയോഗിക്കാവുന്ന ഏറ്റവും ശരിയായ പ്രവർത്തനക്രമം ഏത്? ഭാഷാ നൈപുണികൾ. വിച്ച് among the following is the correct sequence for acquiring language competency among children? കുട്ടികളിൽ ആ ഒരു ലാംഗ്വേജ് കോമ്പീറ്റൻസി ഉറപ്പുവരുത്താനായിട്ടുള്ള കറക്റ്റ് സീക്വൻസ് ഏതാണ്? അപ്പോൾ ഈ നൈപുണി, ഭാഷാ നൈപുണി എന്ന് പറയുമ്പോൾ എന്താണ്? ലാംഗ്വേജ് അക്വയർ ചെയ്യുന്നതാണ്. അപ്പോൾ അതിനൊരു സീക്വൻസ് ഉണ്ടെന്ന് നമുക്കറിയാമല്ലോ, കറക്റ്റായിട്ടുള്ള സീക്വൻസും എപ്പോഴും പറയാറുണ്ടല്ലോ, ഏതൊറക്കത്തിൽ ചോദിച്ചാലും പറയണോ എന്നാ. എന്താണ്? ഇപ്പോൾ ഓപ്ഷൻസ് നോക്കാം. കൂടുതൽ ഓപ്ഷൻസിലേക്ക് നിങ്ങൾക്ക് നോക്കിയില്ലെങ്കിൽ പോലും ഉത്തരം അറിയാവുന്ന കാര്യമാണല്ലേ. ലിസണിങ്, സ്പീക്കിംഗ്, റീഡിങ് ആൻഡ് റൈറ്റിംഗ് എപ്പോഴും പറയുമല്ലേ, LSRW നമുക്കറിയാം. LSRW. അപ്പോൾ ലിസണിങ്, സ്പീക്കിംഗ്, റീഡിങ്, റൈറ്റിംഗ്. അപ്പം ഈ ഒരു പാറ്റേണിലാണ്, അല്ലെങ്കിൽ നാച്ചുറൽ ഓർഡറാണ്. ഈ ഓർഡറിൽ വേണം നമ്മൾ ലാംഗ്വേജ് പഠിക്കാനായിട്ട്. പിന്നെ നോക്കിക്കേ, ലിസണിങ്, സ്പീക്കിംഗ്, റീഡിങ്, റൈറ്റിംഗ്. അപ്പോൾ അതിൻ്റെ മലയാളമായിട്ട് നമ്മൾ കറക്റ്റായിട്ട് നമ്മൾ പഠിച്ചോണം. ലിസൺ ചെയ്യുക എന്താണ്? ശ്രവണമാണ്. സ്പീക്കിംഗ് ഭാഷണം, റീഡിങ് വായന, റൈറ്റിംഗ് ലേഖനം. അപ്പോൾ LSRW ആ ഒരു രീതിയിലാണ് ഭാഷാ നൈപുണി കുട്ടി നേടിയെടുക്കുന്നത്. അപ്പോൾ ആ ഒരു കാര്യം മനസ്സിലാക്കി വെക്കുക. LSRW, ലിസണിങ്, സ്പീക്കിംഗ്, റീഡിങ് ആൻഡ് റൈറ്റിംഗ്. അടുത്ത ചോദ്യം, വികാസവുമായി ബന്ധപ്പെടുത്തി ചുവടെയുള്ള പ്രസ്താവനകൾ ശരിയല്ലാത്തത് ഏത്? ഡെവലപ്മെൻറ്റുമായി ബന്ധപ്പെട്ട് തെറ്റായിട്ടുള്ള പ്രസ്താവന കണ്ടെത്താനാണ്. അപ്പോൾ ശ്രദ്ധിക്കുക, ശരിയായിട്ടുള്ളതാണോ അല്ലാത്തതാണോ ചോദിച്ചേക്കുന്നതെന്ന് ഉറപ്പ് വരുത്തുക. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് റിലേറ്റഡ് ടു ഡെവലപ്മെൻറ്റ് ഈസ് നോട്ട് ട്രൂ? നോക്കാം. വികാസം അനുസ്യൂതമാണ് എന്ന് വെച്ചാൽ എന്താ? അനുസ്യൂതം എന്ന് വെച്ചാൽ കണ്ടിന്യൂസ്. ഡെവലപ്മെൻറ്റ് ഈസ് കണ്ടിന്യൂസ്.
വികാസം പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു. ഡെവലപ്മെന്റ് ഈസ് ഇന്റർ റിലേറ്റഡ്. വികാസം പ്രവചനീയമാണ്. ഡെവലപ്മെന്റ് ഈസ് പ്രഡിക്റ്റബിൾ. വികാസം രേഖീയമാണ്. ഡെവലപ്മെന്റ് ഈസ് ലീനിയർ. അപ്പോൾ ഇതിൽ നമുക്ക് എന്താ ചോദിച്ചേക്കുന്നത്? തെറ്റായിട്ടുള്ള പ്രസ്താവന കണ്ടെത്താനാണ്. ഇതിൽ ഏതാണ് തെറ്റായിട്ടുള്ള പ്രസ്താവന? ഡെവലപ്മെൻറ്റ് ലീനിയർ ആണ്. വികാസം രേഖീയമാണ്. ഒറ്റ രേഖ പോലെ എല്ലാവരിലും ഒരുപോലെ അങ്ങനെയാണോ ഡെവലപ്മെൻറ്റ്? അല്ല, ലീനിയർ അല്ല. അവിടെ എന്താണ് മാറ്റങ്ങൾ വരാറുണ്ട്. രേഖീയമായിട്ടുള്ള രീതിയിലല്ല വികാസം നടക്കുന്നത്. എന്നാൽ വികാസം അനുസ്യൂതമാണ്, കണ്ടിന്യൂസ് ആയിട്ട് നടക്കുന്ന കാര്യമാണ്. ഡെവലപ്മെൻറ്റ് ഇസ് ഇൻ്റർ റിലേറ്റഡ്, പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നതാണ്. വികാസം പ്രവചനീയമാണ്. ഡെവലപ്മെൻറ്റ് പ്രഡിക്റ്റബിൾ ആണ്. ഓക്കെ, പക്ഷേ എന്താണ്? ഡെവലപ്മെൻറ്റ് ഒരിക്കലും എന്താണ്? രേഖീയമല്ല. രേഖീയമാണോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് തെറ്റായിട്ടുള്ള പ്രസ്താവനയാണ്. അടുത്ത ചോദ്യം, പ്രത്യേക പരിഗണന ആവശ്യമുള്ള കുട്ടികൾക്കായി സാധാരണ സ്കൂളിലെ കുട്ടികൾ ഉപയോഗിക്കുന്ന പാഠപുസ്തകത്തിന് പകരം ഉപയോഗിക്കുന്നത് എന്താണ്? As a part of supporting children with special needs, we provide dash in place of textbook used in regular school. റെഗുലർ സ്കൂളിലെ കുട്ടികൾ ഉപയോഗിക്കുന്ന ടെക്സ്റ്റ് ബുക്കുകൾക്ക് പകരമായിട്ട് പ്രത്യേക പരിഗണന ആവശ്യമുള്ള കുട്ടികൾക്ക് ഏത് ടെക്സ്റ്റ് ബുക്കാണ് നമ്മൾ കൊടുക്കേണ്ടത്? അപ്പം നോക്കിക്കേ, ഇവിടെ നമുക്ക് ഓപ്ഷൻസ് വരുന്നത് പഠന പോഷണ ഉൽപ്പന്നങ്ങൾ അഥവാ എൻറിച്ചഡ് ലേണിംഗ് മെറ്റീരിയൽ, പിന്തുണാ പാഠങ്ങൾ അഥവാ സപ്പോർട്ടിംഗ് ലെസൺസ്, അനുപൂരക പാഠപുസ്തകങ്ങൾ അഥവാ അഡാപ്റ്റഡ് ടെക്സ്റ്റ് ബുക്ക്, അധിക പുസ്തകങ്ങൾ അഥവാ അഡീഷണൽ ബുക്സ്. അപ്പോൾ നമ്മൾ അവിടെ എന്ത് ചെയ്യുന്നു? ആ കുട്ടികൾക്ക് സാധാരണ റെഗുലർ ബേസുള്ള ടെക്സ്റ്റ് ബുക്ക് കൊടുത്തു കഴിഞ്ഞാൽ ശരിയാകില്ല. അവിടെ നമുക്ക് എന്താവശ്യമാണ്? കുറച്ച് മാറ്റങ്ങൾ വരുത്തേണ്ടതായിട്ടുണ്ട്. അവർക്ക് അനുസൃതമായ തരത്തിൽ കൊടുക്കണമെങ്കിൽ അത് എന്തായിരിക്കണം? അത് അനുപൂരക പാഠപുസ്തകങ്ങൾ അല്ലെങ്കിൽ അഡാപ്റ്റഡ് ടെക്സ്റ്റ് ബുക്കാണ്. അവരുടെ ആവശ്യങ്ങൾക്കനുസരിച്ച് കൊണ്ട് അഡാപ്റ്റ് ചെയ്ത ടെക്സ്റ്റ് ബുക്ക് ആയിരിക്കണം കൊടുക്കേണ്ടത്. അടുത്ത ചോദ്യം, സർഗാത്മകതയുടെ അടിസ്ഥാന ഘടകങ്ങളുമായി ബന്ധപ്പെടുത്തി ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ശരി ഏത്? ഇൻ റിലേഷൻ ടു ബേസിക് ഫാക്ടേഴ്സ് ഓഫ് ക്രിയേറ്റിവിറ്റി. ക്രിയേറ്റിവിറ്റിയുമായി ബന്ധപ്പെട്ട സർഗാത്മകത എന്താണ്? ക്രിയേറ്റിവിറ്റി ആണ്. ഇവിടെ ഏത് സ്റ്റേറ്റ്മെൻ്റ് ആണ് ട്രൂ ആയിട്ടുള്ളതെന്ന് നമുക്ക് നോക്കാം. ഉത്കണ്ഠ, സാമൂഹികത, അടുപ്പം, ഉൾക്കാഴ്ച, അപകർഷത. ഉത്കണ്ഠ ആൻസൈറ്റി ആണ്, സാമൂഹികത സോഷ്യബിലിറ്റി ആണ്, അടുപ്പം ഇൻറ്റിമസി ആണ്, ഉൾക്കാഴ്ച ഇൻഹിബിഷൻ ആണ്, അപകർഷത ഇൻഫിയോറിറ്റി ആണ്. ദെൻ അത് തന്നെ അടുത്ത എന്താണ്? കായിക ശേഷി, അപകർഷത, അടുപ്പം, മൗലികത, സാമൂഹികത. കായിക ശേഷി സ്പോർട്ടിംഗ് ആണ്, അപകർഷത ഇൻഫിയോറിറ്റി, അടുപ്പം ഇൻറ്റിമസി, മൗലികത ഒറിജിനാലിറ്റി, സാമൂഹികത സോഷ്യബിലിറ്റി. വാചാലത, വിവ്രജന ചിന്ത, പ്രശ്നപരിഹാര ശേഷി, ഉൾക്കാഴ്ച, മൗലികത. വാചാലത ഫ്ലുവൻസി, വിവ്രജന ചിന്ത ഡൈവേർജന്റ് തിങ്കിങ്, പ്രശ്നപരിഹാര ശേഷി പ്രോബ്ലം സോൾവിംഗ് എബിലിറ്റി, ഉൾക്കാഴ്ച ഇൻസൈറ്റ്, മൗലികത ഒറിജിനാലിറ്റി. ദെൻ വാചാലത, ഉൾക്കാഴ്ച, മൗലികത, അപകർഷത, ഉത്കണ്ഠത ഫ്ലുവൻസി ആണ്. വാചാലത എന്ന് നമ്മൾ പറഞ്ഞു, ഇൻസൈറ്റ് ഉൾക്കാഴ്ചയാണ്, മൗലികത ഒറിജിനാലിറ്റി ആണ്, അപകർഷത ഇൻഫ്യൂരിറ്റി ആണ്, ഉത്കണ്ഠ ആൻസൈറ്റി ആണ്. നമുക്ക് എന്തുമായിട്ട് ബന്ധപ്പെട്ടാണ്? സർഗാത്മകതയുമായി ബന്ധപ്പെട്ടാണ്. അപ്പോൾ സർഗാത്മകതയായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് ഇവിടെ ഓപ്ഷനൊക്കെ എലിമിനേറ്റ് ചെയ്യാം. ഇൻഫ്യൂരിറ്റി നമ്മളൊന്ന് എലിമിനേറ്റ് ചെയ്താൽ മതി. നമുക്ക് ക്രിയേറ്റിവിറ്റിയിൽ ഒരിക്കലും നമുക്ക് എന്ത് വേണ്ട? അപകർഷതയുടെ കാര്യമുണ്ടോ? ആ ഓപ്ഷൻ 3 അത് 3 അങ്ങോട്ട് എലിമിനേറ്റ് ചെയ്താൽ തന്നെ നമുക്ക് ഉത്തരം കിട്ടും. എന്താണ്? വാചാലത, വിവ്രജന ചിന്ത, പ്രശ്നപരിഹാര ശേഷി, ഉൾക്കാഴ്ച, മൗലികത. വാചാലത ഫ്ലുവൻസിയാണ്, വിവ്രജന ചിന്ത ഡൈവേർജന്റ് തിങ്കിങ് ആണ്, പ്രശ്നപരിഹാര ശേഷി പ്രോബ്ലം സോൾവിംഗ് എബിലിറ്റി ആണ്, ഉൾക്കാഴ്ച ഇൻസൈറ്റ് ആണ്, മൗലികത ഒറിജിനാലിറ്റി ആണ്. ഓക്കെ, അപ്പോൾ അതാണ് ക്രിയേറ്റിവിറ്റിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. അടുത്ത ചോദ്യം, മിലി ടീച്ചർ പരിസര പഠനവുമായി ബന്ധപ്പെട്ട ആശയങ്ങൾ അവതരിപ്പിക്കുമ്പോൾ പ്രധാന വാക്കുകൾക്ക് അടിവരയിടുന്നു. പഠനത്തിലെ ഏത് ഗസ്റ്റാൾട്ട് നിയമമാണ് ടീച്ചർ പ്രാവർത്തികമാക്കിയത്? ഇപ്പോൾ ഒരു കാര്യം പഠിപ്പിക്കുന്ന സമയത്ത്, പരിസര പഠനം നടത്തുന്ന സമയത്ത് ടീച്ചർ എന്ത് ചെയ്തു? പ്രധാനപ്പെട്ട കാര്യങ്ങൾ, വാക്കുകളെ അടിവരയിട്ടു. അപ്പം പഠനത്തിലെ ഗസ്റ്റാൾട്ട് നിയമം, നമുക്ക് ഗസ്റ്റാൾട്ട് സൈക്കോളജി പഠിച്ചാണ്, അതിൽ ഏത് നിയമമാണ് ടീച്ചർ ഇവിടെ ഉപയോഗപ്പെടുത്തുന്നത്? Mill teacher, while presenting concepts of environmental science, underlines important words on the blackboard, which is a law of learning is applied here. ഏതാണെന്ന് നോക്കാം. രൂപപശ്ചാത്തല നിയമം, ഫിഗർ ഓഫ് റിലേഷൻ, തുടർച്ചാ നിയമം, ലോ ഓഫ് കണ്ടിന്യൂവിറ്റി, സാമീപ്യ നിയമം, ലോ ഓഫ് പ്രോക്സിമിറ്റി, സാമ്യതാ നിയമം, ലോ ഓഫ് സിമിലാരിറ്റി. അപ്പോൾ ഇവിടെ നമ്മൾ എന്ത് ചെയ്യുന്നു? അടിവര ഇടുന്നു എന്ന് പറയുമ്പോൾ അവിടെ എന്താണ്? നമുക്ക് എന്ത് കാണാൻ കഴിയും? ഫിഗർ ഗ്രൗണ്ട് റിലേഷൻ ആണല്ലേ, രൂപ പശ്ചാത്തലം. ഇപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കുന്ന സമയത്ത് നിങ്ങൾ എങ്ങനെയാണ്? വെള്ള ബാക്ക്ഗ്രൗണ്ടിലെ കറുപ്പും ചുമപ്പും നീലയും അക്ഷരങ്ങളാണ് കാണുന്നതാണ് ഫിഗർ ഗ്രൗണ്ട് റിലേഷൻ എന്ന് പറയുന്നത്. നമ്മൾ പത്രം നോക്കുമ്പോൾ നമുക്ക് വെള്ള എന്താണ്? വെള്ള ബാക്ക്ഗ്രൗണ്ടിൽ കറുത്ത അക്ഷരങ്ങൾ. ആ ഒരു ഫിഗർ ഗ്രൗണ്ട് റിലേഷൻ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നില്ലേ? ഓക്കെ, അടുത്ത ചോദ്യം,
12 വയസ്സുള്ള അഹന്റെ IQ 125 ആണെങ്കിൽ ശരിയായ പ്രസ്താവന ഏത്? നമുക്ക് ഇന്റലിജന്റ് കോഷ്യന്റുമായിട്ട് ബന്ധപ്പെട്ട് പല രീതിയിൽ ചോദ്യം ചോദിക്കാറുണ്ട്. IQ കണ്ടെത്താൻ ചോദിക്കാറുണ്ട്, CAയും MAയും ക്രോണോളജിക്കൽ ഏജും മെന്റൽ ഏജും തന്നിട്ട് കണ്ടുപിടിക്കാൻ ചോദിക്കാറുണ്ട്. അതുപോലെ എന്താണ് നേരെ തിരിച്ചും ഏതെങ്കിലും ഒന്ന് IQ തന്നിട്ട് ഒന്നെങ്കിൽ IQ കണ്ടുപിടിക്കാൻ, അല്ലെങ്കിൽ എന്താണ് നേരെ തിരിച്ചും മറിച്ചുമൊക്കെ ചോദിക്കാറുണ്ട്. ആ ഒരു ഇക്വേഷൻ നമുക്ക് അറിയാമെന്നുണ്ടെങ്കിൽ തിരിച്ചും മറിച്ചു വിട്ട് കഴിഞ്ഞാൽ അപ്പം തന്നെ നമുക്ക് എന്താണ് ഉത്തരം കണ്ടുപിടിക്കാം. ചില സമയത്ത് കമ്പയർ ചെയ്യാൻ ചോദിക്കാറുണ്ട്. പിന്നെ 2 സിറ്റുവേഷൻസ് തന്നിട്ട് അതിൽ ശരിയാകാത്ത സിറ്റുവേഷൻ ഏതാണെന്ന് ചോദിക്കാറുണ്ട്. ഓക്കെ, ഇന്റലിജന്റ് കോഷ്യന്റ് IQ of 12-year-old അഹൻ 125 ആണ്. ഏത് സ്റ്റേറ്റ്മെന്റ് ആണ് ട്രൂ? മാനസിക വയസ്സ് 10 ആണ്, മെന്റൽ ഏജ് 10. മാനസിക വയസ്സ് 12 ആണ്, മെന്റൽ ഏജ് 12. മാനസിക വയസ്സ് 15 ആണ്, മെന്റൽ ഏജ് 15. മാനസിക വയസ്സ് 16 ആണ്, മെന്റൽ ഏജ് 16. അപ്പം നമുക്ക് എന്തൊക്കെ തന്നിട്ടുണ്ട്? ഒരു കുട്ടിയുടെ പ്രായം തന്നിട്ടുണ്ട് അല്ലേ? പ്രായം എന്ന് പറയുന്നത് 12 ആണ്. IQ 125 ആണ്. അപ്പം എന്താണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്? ക്രോണോളജിക്കൽ ഏജ് ആണ്, പ്രായമാണ് തന്നേക്കുന്നത്. മെന്റൽ ഏജ് കണ്ടുപിടിക്കണം. IQ = CA/MA × 100 ആണെന്ന് നമുക്കറിയാം. IQ 125 തന്നിട്ടുണ്ട്, CA 12 തന്നിട്ടുണ്ട്. നമ്മൾ എന്ത് ചെയ്യുന്നു? ഒന്ന് റീഅറേഞ്ച് ചെയ്യുന്നു. IQ = MA/CA × 100 എന്നുള്ള രീതിയിൽ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് റീഅറേഞ്ച് ചെയ്യുമ്പോൾ ആൻസർ എന്ത് കിട്ടി? മെന്റൽ ഏജ് എന്ന് പറയുന്നത് 15 എന്ന് കിട്ടി. പിന്നെ നമുക്ക് അത് ഓപ്ഷനിലുണ്ടല്ലോ, മാനസിക വയസ്സ് 15 ആണ്, മെന്റൽ ഏജ് 15 എന്നാണ് നമുക്ക് ആൻസർ കിട്ടിയത്. അടുത്ത ചോദ്യം, 4ാം ക്ലാസ്സിലെ ലിജി 3ാം ക്ലാസ് മുതൽ സൈക്കിൾ ഓടിക്കാൻ പഠിക്കുന്നു, പക്ഷേ ഇപ്പോഴും ഭയപ്പെടുന്നു. അവൾ നേരിടുന്നത് ഏത് പഠന വൈകല്യമാണ്? ഒരു കുട്ടി 4ാം ക്ലാസ്സിലുള്ള കുട്ടിയാണ്, 3ാം ക്ലാസ് മുതലേ സൈക്കിൾ ഓടിക്കാൻ പഠിക്കുന്നു, പക്ഷേ എന്താണ്? ഇപ്പോഴും ഭയമാണ്. അപ്പോൾ അത് എന്ത് പഠന വൈകല്യമാണ്? ലിജി, a 4th class student, has been learning to ride a bicycle since class 3 but is still afraid to ride alone. Which learning disability is this? ഇപ്പോൾ ഏത് ലേണിംഗ് ഡിസബിലിറ്റി ആണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. വായനാ വൈകല്യം ഡിസ്ലെക്സിയ, ഗണന വൈകല്യം ഡിസ്കാൽക്കുലിയ, നാമ വൈകല്യം ഡിസ്നോമിയ, പ്രയോഗ വൈകല്യം ഡിസ്പ്രാക്സിയ. അപ്പോൾ അവിടെ എന്താണ്? നമുക്കറിയാം പഠന വൈകല്യങ്ങൾ പല വിധത്തിലുണ്ട്. അപ്പോൾ ഇവിടെ അത് പ്രയോഗത്തിൽ വരുത്താനുള്ള ബുദ്ധിമുട്ടല്ലേ? അപ്പോൾ അതിനെ എന്ത് പറയും? പ്രയോഗ വൈകല്യം അല്ലെങ്കിൽ ഡിസ്പ്രാക്സിയ. അപ്പം മസിൽസ് എന്താണ് ഉദ്ദേശിക്കുന്ന പോലെ കോർഡിനേറ്റ് ചെയ്യാൻ പറ്റാതെ വരുന്നു. അടുത്ത ചോദ്യം, ലിംഗസമത്വം, സ്ത്രീ ശാക്തീകരണം എന്നിവ ഉറപ്പാക്കുന്ന ദേശീയ പദ്ധതി കേരളത്തിൽ കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ നടപ്പാക്കുന്നത് ഏത്? അപ്പോൾ നോക്കിക്കേ, 2 കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. ലിംഗസമത്വം, ജെൻഡർ ഇക്വാളിറ്റി, സ്ത്രീ ശാക്തീകരണം, വുമൺ എംപവർമെൻറ്റ്. ഈ 2 ജെൻഡർ ഇക്വാളിറ്റിക്കും അതോടൊപ്പം തന്നെ എന്താണ് വിമൻ എംപവർമെൻറ്റിനും വേണ്ടിയിട്ട് കുടുംബശ്രീ കേരളത്തിൽ നടത്തുന്ന നേഷൻ വൈഡ് ക്യാമ്പയിൻ്റെ പേര് എന്താണ്? ഓപ്ഷൻസ് നോക്കാം. നൈ നാരി 3.0, നൈ ചേതന 3.0, നൈ അഭിയാൻ 3.0, നൈ രാസ്ത 3.0. ഇത് കറണ്ട് അഫേഴ്സുമായിട്ട് ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ്. നമ്മുടെ പരീക്ഷയിൽ ജെൻഡറുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ഇപ്പോൾ സ്ഥിരമായിട്ട് റിപ്പീറ്റ് ചെയ്ത് വരാറുണ്ട്. നമ്മൾ പറഞ്ഞിട്ടുണ്ട് അല്ലേ, ജെൻഡർ ടൈപ്പിംഗ്, ജെൻഡർ ബയോസ്, ജെൻഡർ സ്റ്റീരിയോ ടൈപ്പിംഗ്, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുത്ത് മനസ്സിലാക്കേണ്ട ഒരു കാലഘട്ടമാണ്. അത്തരം ചോദ്യങ്ങൾ തീർച്ചയായിട്ടും ഇത്തരം ടീച്ചിങ് എക്സാമിനേഷൻസിനൊക്കെ ചോദിക്കാറുണ്ട്. അങ്ങനെ വരുമ്പോൾ നമുക്ക് ഉത്തരം അറിയണ്ടായോ? അപ്പം നമ്മൾ തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ അപ്ഡേറ്റഡ് ആയിരിക്കണം. അപ്പോൾ ഇവിടെ എന്താണ് ആൻസർ വരിക? നൈ ചേതന 3.0 ആണ് കുടുംബശ്രീ കേരളത്തിൽ നടപ്പാക്കുന്ന പദ്ധതി. എന്തിനു വേണ്ടിയിട്ടാണ്? ജെൻഡർ ഇക്വാളിറ്റിയും അതോടൊപ്പം തന്നെ എന്താണ് വിമൻ എംപവർമെൻറ്റും ഉറപ്പാക്കാൻ വേണ്ടിയിട്ട്. അടുത്ത ചോദ്യം, ഒരു അധ്യായത്തിൽ പഠിക്കേണ്ട ആശയങ്ങൾ, പ്രസ്താവനകൾ എന്നിവയുടെ ചുരുക്ക രൂപത്തെ ചിത്രീകരിക്കുന്നതിന് പറയുന്നത് എന്താണ്? The precise idea or statement that encompasses all the concepts to be learned from the chapter recorded is called. അപ്പോൾ നോക്കിക്കേ, ഒരു പ്രത്യേക അധ്യായത്തിൽ പഠിക്കേണ്ട ആശയങ്ങൾ, കൺസെപ്റ്റുകളെ നമ്മൾ എന്ത് ചെയ്യുന്നു? കൺസെപ്റ്റ് അല്ലെങ്കിൽ പ്രസ്താവനകൾ, നമ്മൾ കൺസെപ്റ്റ് അല്ലെങ്കിൽ സ്റ്റേറ്റ്മെൻറ്റ്, ഐഡിയാസിനെ അല്ലെങ്കിൽ സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ എന്ത് ചെയ്യുന്നു? ചുരുക്ക രൂപത്തിൽ വളരെ സിംപ്ലിഫൈഡ് ആയിട്ട് അവതരിപ്പിക്കുന്നതിന് നമ്മൾ എന്താണ് ചിത്രീകരിക്കുന്നതിന് എന്താണ് പറയുന്നത്? പഠനഘടന, ലേണിംഗ് സ്ട്രക്ചർ, അഡ്വാൻസ് ഓർഗനൈസർ, ആശയ ചിത്രം, ചിന്താ ചിത്രം. പഠനഘടന എന്ന് പറഞ്ഞ ലേണിംഗ് സ്ട്രക്ചറാണ്. അഡ്വാൻസ് ഓർഗനൈസർ തന്നെയാണ് നമ്മൾ മലയാളത്തിലും ഇംഗ്ലീഷിലും പറയുക. ആശയചിത്രം കൺസെപ്റ്റ് മാപ്പാണ്. ചിന്താചിത്രം തിങ്കിങ് മാപ്പാണ്. ചോദ്യത്തിൽ നിന്ന് തന്നെ നമുക്ക് ഉത്തരം കിട്ടിയല്ലേ, ഒരു കൺസെപ്റ്റിനെ അവതരിപ്പിക്കുക എന്ന് വരുമ്പോൾ എന്താണ് ഉത്തരം വരിക? ആശയചിത്രം അഥവാ കൺസെപ്റ്റ് മാപ്പാണ്. അടുത്ത ചോദ്യം,
കുട്ടികൾക്ക് വായനാ പരിശീലനം നൽകുന്നതിനായി ലെ വൈഗോട്സ്കിയുടെ ആശയങ്ങളുടെ പിൻബലത്തോടെ ആവിഷ്കരിച്ച രീതി എന്താണ്? ദ മെത്തേഡ് അഡോപ്റ്റഡ് ടു ഗിവ് റീഡിംഗ് എക്സ്പീരിയൻസ് ടു സ്റ്റുഡൻസ് ബേസ്ഡ് ഓൺ ദ കൺസെപ്ച്വൽ ഐഡിയാസ് ഓഫ് ലെ വൈഗോട്സ്കി. നമുക്ക് വൈഗോട്സ്കിയായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ഞാൻ മുമ്പും പറഞ്ഞു, സ്ഥിരമായിട്ട് ചോദിക്കുന്നതാണല്ലേ, മുമ്പ് ഒത്തിരി വട്ടം പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ എന്താണ് ഇദ്ദേഹത്തിന് കുറേ ആശയങ്ങൾ, സ്കെഫോൾഡിങ് ആണെങ്കിലും മിസറ്റ്പീഡിയ ആണെങ്കിലും പിന്നെ ടീച്ചറിൻ്റെ റോൾ ഓഫ് ദി സ്കെഫോൾഡർ ആണെങ്കിലും പിന്നെ ഈ പറഞ്ഞിട്ടുള്ള ഈ പെർട്ടിക്കുലർ ടീച്ചിങ് മെത്തേഡ് ആണെങ്കിലും ഒക്കെ എന്താണ് റിപ്പീറ്റ് ചെയ്ത് വരാറുണ്ട്. അപ്പോൾ ആ ഒരു പ്രാധാന്യം നിങ്ങൾ കൊടുത്ത് തന്നെ പഠിക്കണേ. അപ്പോൾ എന്താണ് പറയുന്നത്? മൈക്രോ അധ്യാപനം, മൈക്രോ ടീച്ചിങ്, അനുഭവാധിഷ്ഠിത രീതി, അനുഭവങ്ങളെ അധിഷ്ഠിതമാക്കിയിട്ടുള്ള രീതി, എക്സ്പീരിയൻഷ്യൽ മെത്തേഡ്, സംവാദാത്മക പഠനം, ഡയലോഗിക്കൽ ലേണിംഗ്, പ്രതിക്രിയാ പഠനം, റെസിപ്രോക്കൽ ടീച്ചിങ്. നമുക്കറിയാം വായനാ പരിശീലനം കുട്ടികൾക്ക് കൊടുക്കാനായിട്ട് വൈഗോട്സ്കിയുടെ ആശയം പറയുന്നത് എന്താണ്? അദ്ദേഹത്തിൻ്റെ ആശയത്തിന് പിൻബലത്തോടു കൂടി ഡെവലപ്പ് ചെയ്ത് വന്നത് എന്താണ്? പ്രതിക്രിയാ പഠനം അല്ലെങ്കിൽ റെസിപ്രോക്കൽ ടീച്ചിങ് ആണ്. പ്രതിക്രിയ പഠനം അല്ലെങ്കിൽ ചില സമയത്ത് പ്രതിക്രിയ അധ്യാപനം എന്നൊക്കെ ക്വസ്റ്റ്യനിൽ വരാറുണ്ട്. ഓക്കെ, അടുത്ത ചോദ്യം. ഫെമിനറ്റ് ടീച്ചർ തെരുവ് നായ്ക്കളെ സൂക്ഷിക്കണമെന്ന് എപ്പോഴും ഓർമ്മിപ്പിച്ചു. ഇനി ഭൂരിഭാഗം കുട്ടികളും എല്ലാ നായ്ക്കളെയും പേടിക്കുന്നു. ഇത് ഏത് പഠന സമീപനത്തിന് ഉദാഹരണമാണ്? ഫെമിനറ്റ് ടീച്ചർ always reminded children to be aware of street dogs. Now most children fear all dogs based on learning approach. This is an example of. ഇപ്പോൾ ഇവിടെ നമ്മൾ എന്താ ചെയ്തത്? തെരുവ് നായ്ക്കളെ പേടിക്കണമെന്ന് ടീച്ചർ പറഞ്ഞു. അപ്പോൾ കുട്ടികൾക്ക് എന്താണ്? എല്ലാ നായ്ക്കളെയും കണ്ടപ്പോൾ ഭയം വന്നു. അപ്പോൾ എന്താണ് നമ്മൾ പഠിച്ച എന്ത് തിയറിയുമായിട്ട് ബന്ധപ്പെട്ടാണ്? അപ്പോൾ നമ്മൾ ബിഹേവിയറിസം, കൺസ്ട്രക്റ്റിവിസം, കോഗ്നിറ്റിവിസം ഒക്കെ പഠിച്ചു, വ്യവഹാരവാദം ഒക്കെ പഠിച്ചില്ലേ? വ്യവഹാരവാദവുമായി ബന്ധപ്പെട്ടാണ്, ബിഹേവിയറിസവുമായി ബന്ധപ്പെട്ട ഒരു കാര്യമാണ്. ഓപ്ഷൻ നോക്കാം. ചോദക വിവേചനം, സ്റ്റിമുലസ് ഡിസ്ക്രിമിനേഷൻ, ചോദക സാമാന്യവൽക്കരണം, സ്റ്റിമുലസ് ജനറലൈസേഷൻ, ചോദക നിയന്ത്രണം, സ്റ്റിമുലസ് കൺട്രോൾ, വിലോപം, എക്സ്റ്റിങ്ഷൻ. ചോദകം എന്താണ്? സ്റ്റിമുലസ് ആണ്. ചോദകം സ്റ്റിമുലസ് ആണ്. അപ്പം നോക്കിക്കേ, അവിടെ നമ്മൾ എന്താ ചെയ്തത്? ഡിസ്ക്രിമിനേറ്റ് ചെയ്ത് ചോദകങ്ങളെ വിവേചനം നടത്തിയതാണോ? അല്ല, പകരം എന്താ ചെയ്തത്? സാമാന്യവൽക്കരിച്ചതാണ്. ഒരു പർട്ടിക്കുലർ സ്റ്റിമുലസ്, നായ കടിക്കാൻ വരുന്നു എന്നുള്ള ആ ഒരു പർട്ടിക്കുലർ സ്റ്റിമുലസ് എല്ലാ നായ്ക്കളും എന്താണ്? ഉപദ്രവിക്കുന്നവരാണ് എന്നതിലേക്ക് പോകുന്നു. അപ്പോൾ അവിടെ എന്താ ചെയ്തത്? സ്റ്റിമുലസ് ജനറലൈസേഷൻ ആണ്. അടുത്ത ചോദ്യം. പ്രൈമറി തലത്തിൽ പഠനം പാൽപായസമാക്കുന്നതിനുള്ള ഏറ്റവും അനുയോജ്യമായ പഠന മാധ്യമം ഏതാണ്? വിച്ച് മീഡിയം ഓഫ് ഇൻസ്ട്രക്ഷൻ ഈസ് മോസ്റ്റ് സ്യൂട്ടബിൾ അറ്റ് ദ പ്രൈമറി ലെവൽ ഓഫ് ഇഫക്റ്റീവ് ലേണിംഗ്? പഠനം പാൽപായസമാക്കുക എന്ന് പറയുമ്പോൾ എന്താണ്? വളരെ മധുരമാക്കുക എന്ന് വെച്ചാൽ വളരെ ഈസി ആക്കുക എന്നതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ലേണിംഗ് ഈസി ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഏറ്റവും അനുയോജ്യമായിട്ടുള്ള പഠന മാധ്യമം, എല്ലാ ക്ലാസ്സിലെയും കാര്യമല്ല, പ്രൈമറി ക്ലാസ്സുകളിൽ. അപ്പം നമുക്ക് കുട്ടിയുടെ ഒരു പ്രായം അറിയാലോ, ചെറിയ പ്രായത്തിലുള്ള ആ ഒരു കുട്ടി എന്ത് ചെയ്യണം? പഠനം എളുപ്പമാക്കണമെങ്കിൽ ഏത് മാധ്യമത്തിലൂടെയാണ് അനുയോജ്യമായ പഠനം നടക്കണമെങ്കിൽ ഏറ്റവും മികച്ച മാധ്യമം ഏതെന്നാണ് ചോദ്യം. ഓപ്ഷൻസ്: കുട്ടിയുടെ മാതൃഭാഷ, ഇംഗ്ലീഷ് പഠന മാധ്യമം, ഹിന്ദി പഠന മാധ്യമം, മുകളിൽ സൂചിപ്പിച്ചവ എല്ലാം. നമുക്കറിയാലോ ഏറ്റവും ചെറിയ പ്രായത്തിൽ കുട്ടി അക്വയർ ചെയ്തിട്ടുള്ളത് എന്താണ്? മദർ ടങ് ആണ് അല്ലേ? മദർ ടങ് ആണ് അക്വയർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിൽ പഠിച്ചു കഴിഞ്ഞാൽ എന്തായിരിക്കും? തീർച്ചയായിട്ടും എളുപ്പമായിരിക്കും. അപ്പോൾ ആൻസർ എങ്ങനെ വരും? കുട്ടിയുടെ മാതൃഭാഷയാണ്. അടുത്ത ചോദ്യം. മാസ്ലോയുടെ ആവശ്യങ്ങളുടെ ശ്രേണിയിൽ ലെവൽ 5 ഉൾപ്പെടുത്തുന്ന ഉയർന്ന ആവശ്യം ഏത്? നമുക്കറിയാം ലെവൽ എഴുതുമ്പോൾ പലരും തെറ്റിച്ചാണ് 1, 2, 3, 4, 5 എന്ന് താഴോട്ട് എഴുതി വരും. അങ്ങനെയല്ല, താഴെ നിന്ന് മുകളിലോട്ടാണ് എഴുതേണ്ടത്. ഇപ്പോൾ നമ്പർ തന്നില്ലെങ്കിൽ ചിലർക്കെങ്കിലും കൺഫ്യൂഷൻ വരും, ഈ ലെവലാണോ ഈ ലെവലാണോ എന്നും. കൺഫ്യൂഷൻ വരരുത്. താഴെ നിന്ന് അങ്ങോട്ട് 1, 2, 3, 4, 5 എന്നാണ് മാസ്ലോയുടെ ആവശ്യങ്ങളുടെ ശ്രേണി വരുന്നത്. ഇതിൽ ഹയസ്റ്റ് ലെവൽ ഏതാണ്? ശാരീരിക ആവശ്യങ്ങൾ, ഫിസിയോളജിക്കൽ നീഡ്സ്, സുരക്ഷിതത്വം, സേഫ്റ്റി, ആദരിക്കാനുള്ള ആഗ്രഹം, എസ്റ്റീം നീഡ്സ്, ആത്മസാക്ഷാത്കാരം, സെൽഫ് ആക്ച്വലൈസേഷൻ. ഏറ്റവും എൻഡിൽ ബാക്കി എല്ലാ നീഡ്സും സാറ്റിസ്ഫൈ ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും അവസാനം എന്താ വരേണ്ടത്? ആത്മസാക്ഷാത്കാരമാണ്, സെൽഫ് ആക്ച്വലൈസേഷൻ എന്നാണ് ഏറ്റവും ഹയർ ആയിട്ടുള്ള നീഡെന്ന് വരുന്നത്. അപ്പോൾ നമ്മൾ 15 ക്വസ്റ്റ്യൻസ് ആണ് ഈ ഒരു സെക്ഷനിൽ ഡിസ്കസ് ചെയ്തത്. ബാക്കി 15 ക്വസ്റ്റ്യൻസ് നമുക്ക് അടുത്ത സെക്ഷനിൽ ഡിസ്കസ് ചെയ്യാം. താങ്ക് യു ഓൾ.